ക്രൈസ്തലോട് ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗിലെയാദ് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മുൻപാകെ ഈ വീഡിയോയുമായി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എനിക്ക് നൽകി തന്ന സാവകാശത്തെ ഓർത്തുകൊണ്ട് എല്ലാ മഹത്വവും പ്രാരംഭമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുകയാണ്. തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മുൻപാകെ ഒരു വേദഭാഗത്തിലൂടെ ഞാൻ നിങ്ങളോട് വചനത്തിലൂടെ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതിനാധാരമായിട്ട് ഒരു വേദഭാഗം വായിപ്പാൻ താല്പര്യപ്പെടുന്നു. സഭാപ്രസംഗികളുടെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കുകയില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയുമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രി നാം വായിച്ചു കേട്ട തിരുവെഴുത്ത് ഇപ്രകാരമാണ്: കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കുകയില്ല. കാറ്റിനെ നാം വിചാരിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും വിത്ത് വിതയ്ക്കുവാൻ സാധിക്കത്തില്ല. നാം ഒരു കാര്യം ചെയ്യുവാൻ നാം തീരുമാനമെടുത്തിരിക്കുമ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നിമിത്തം നാം ആ കാര്യത്തിൽ നിന്ന് നാം പുറകോട്ട് മാറുകയാണെങ്കിൽ നമുക്കൊരിക്കലും ആ കാര്യം അതതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ചെയ്തെടുക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല. ദൈവം നമ്മെ കൊണ്ട് ഉദ്ദേശിക്കുന്ന ദൈവിക പദ്ധതികൾ നമ്മുടെ മേൽ നിവർത്തീകരിക്കപ്പെടണമെങ്കിൽ നാം ഒരിക്കലും സാഹചര്യങ്ങളാകുന്ന കാറ്റുകളെ നോക്കിക്കൊണ്ട് യാത്ര ചെയ്താൽ ദൈവം നമ്മെ കൊണ്ട് ഉദ്ദേശിക്കുന്ന ദൈവിക പദ്ധതികൾ അതതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം അതിന് തടസ്സങ്ങൾ നേരിടേണ്ടി വരും. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ മേലുള്ള ദൈവിക ഉദ്ദേശങ്ങൾ, ദൈവിക പദ്ധതികൾ നിവർത്തീകരിക്കപ്പെടണമോ നാം ഒരിക്കലും സാഹചര്യങ്ങളെ നോക്കരുത്. നമ്മുടെ ജീവിതത്തിൽ നിരന്തരം അനവധിയായ കഷ്ടതകൾ, പ്രതിസന്ധികൾ, സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്ത അവസ്ഥകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. എന്നാൽ ഒരിക്കലും നാം നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന് നാം പുറകോട്ട് പോകരുത്. ദൈവവചനത്തിൽ നാം ആശ്രയിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവശബ്ദം നാം കേൾക്കുമാറാകണം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവവുമായിട്ട് ഒരു ഹല്ലേലൂയ, സ്തോത്രം, ഒരു അടുത്ത ഒരു കോണ്ടാക്റ്റ് നമ്മുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ, ദൈവശബ്ദം നാം നിരന്തരം കേൾക്കുകയാണെങ്കിൽ, അതനുസരിച്ച് നാം ചുവടുകൾ വയ്ക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് നാം ഭയപ്പെടേണ്ടതായിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സാഹചര്യങ്ങൾ നോക്കിക്കൊണ്ട് നിങ്ങൾ ഹല്ലേലൂയ, സ്തോത്രം, കാറ്റിനെ നോക്കിക്കൊണ്ട് കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കുകയില്ല എന്നാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയുമില്ല. മേഘങ്ങളെ നോക്കുന്നവന് ഒരിക്കലും കൊയ്യുവാനും സാധിക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. മേഘം വരുന്നു, അല്ലെങ്കിൽ വൻമഴ വരുന്നു, ഞാൻ എങ്ങനെ എൻ്റെ വിത്തൊക്കെയും കൊയ്തെടുക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും ധൈര്യത്തോടെ മുൻപോട്ടൊരു കാര്യം ചെയ്യുവാൻ സാധിക്കത്തില്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നിമിത്തം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ നിമിത്തം നാം ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് നാം പുറകോട്ട് സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്കത് പൂർത്തീകരിക്കുവാൻ സാധിക്കത്തില്ല. മറിച്ച് നാം ദൈവശബ്ദം കേട്ട് ദൈവിക കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് വചനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ, ധൈര്യത്തോടെ, ആത്മവിശ്വാസത്തോടുകൂടെ ചുവടുകൾ വയ്ക്കുകയാണെങ്കിൽ ദൈവം അതിനെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രിയിൽ കാറ്റിനെ നോക്കുന്നവൻ ഒരിക്കലും ഹല്ലേലൂയ, സ്തോത്രം, വിതയ്ക്കുവാൻ സാധിക്കത്തില്ല. മേഘങ്ങളെ നോക്കുന്നവന് കൊയ്യുവാനും സാധിക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. മേഘങ്ങളെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ വൻമഴയാണ് വരുന്നത്, അല്ലെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ വിതച്ചിരിക്കുന്ന വിത്ത് എങ്ങനെ അതിനെ ഹല്ലേലൂയ, സ്തോത്രം, അതിനെ എങ്ങനെ ഞാൻ കൊയ്തെടുക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് ആകുല ചിത്തരായിരിക്കുന്ന സഹോദരങ്ങളെ, ഹല്ലേലൂയ, സ്തോത്രം, ഇന്ന് രാത്രിയിൽ നിങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന പദ്ധതികൾ ഹല്ലേലൂയ, അത് പൂർത്തീകരിക്കുവാൻ സാധിക്കാത്ത വിധം പിശാച് വിവിധങ്ങളായ പ്രതിസന്ധികൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടിട്ട് ഇരിക്കാം. ഇന്ന് രാത്രിയിൽ പ്രതിസന്ധികളെ നോക്കാതെ, സാഹചര്യങ്ങളെ നോക്കാതെ ദൈവശബ്ദത്തിന് മുൻതൂക്കം കൊടുക്കുവാൻ തയ്യാറായാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. പ്രാർത്ഥനയോടുകൂടെ, ആത്മവിശ്വാസത്തോടുകൂടെ, ധൈര്യത്തോടുകൂടെ മുൻപോട്ട് പോകുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ ദൈവം നിങ്ങളുടെ പദ്ധതികൾ, നിങ്ങളുടെ മേലുള്ള ദൈവിക ഉദ്ദേശങ്ങൾ നിവർത്തിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ
ഒരിക്കലും അധൈര്യപ്പെടരുത്. ഹല്ലേലൂയ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദ നിമിത്തം, പ്രതിസന്ധികൾ നിമിത്തം നിങ്ങൾ ഒരിക്കലും അധൈര്യപ്പെടരുത്. നിങ്ങളുടെ ധൈര്യം ചോർന്നു പോകരുത്. നിങ്ങൾ ക്രിസ്തുവിലുള്ള ധൈര്യം മുൻപോട്ട് വയ്ക്കുക. അവൻ ദൈവകൽപ്പനകൾക്ക് മുൻസ്ഥാനം കൊടുക്കുക. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.